നമസ്കാരം സുഹൃത്തുക്കളെ, ഞാനിന്നിവിടെ ഒരു ലിവർ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതിനായിട്ട് ഒരു ഫ്രൈ പാൻ എടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് പട്ട, ബേ ലീഫ്, ഗ്രാമ്പൂ, ഏലക്ക ചേർത്ത് നന്നായി മൂത്ത് വരുമ്പോൾ നുറുക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയും ഒരു കപ്പ് ചെറിയുള്ളിയുമാണ്. അത് ചേർത്ത് കൊടുത്ത് ഒരു മീഡിയം പരുവത്തിൽ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുക്കുക. ഇപ്പോൾ സവാളയും ചെറിയുള്ളിയും വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമണമൊക്കെ മാറി നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിൻ്റെ കൂടെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല ഇവ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി വന്നിരിക്കുകയാണ്. അതിലേക്ക് അല്പം കറിവേപ്പിലയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അടുത്തതായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലിവർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ 4 പച്ചമുളക് നടുവേ കീറിയത് ചേർത്ത് കൊടുക്കുക. ലിവറിലേക്ക് മസാലകളെല്ലാം നന്നായി പിടിക്കുവാൻ വേണ്ടി ചേർത്ത് യോജിപ്പിച്ചിളക്കുക. അതിനുശേഷം ആവശ്യമായ വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളവും ചേർത്ത് നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം അടച്ചു വെച്ച് 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ലിവറിലെ ഗ്രേവിയെല്ലാം വറ്റി വന്നിരിക്കുകയാണ്. അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഇടിച്ചമുളക് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. അതിനുശേഷം അല്പം കറിവേപ്പിലയും അരമുറി ലെമൺ ജ്യൂസും ചേർത്ത് നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ ലിവറെല്ലാം നന്നായി റോസ്റ്റായി വന്നിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.